ഒരു സ്നേഹിതനെ പോലെ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും എല്ലാവരും തള്ളിക്കളഞ്ഞ അവസരത്തും കർത്താവ് പറഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ കൂടെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അജിത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം. എനിക്ക് അതുവരെ ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് 5 മിനിറ്റ് കോൺസെൻട്രേറ്റ് ഇരിക്കാൻ കഴിഞ്ഞ അവസ്ഥയിൽ വെച്ചാണ് യേശു എൻ്റെ കൈക്ക് പിടിക്കുന്നത്. എന്നാൽ യേശു എൻ്റെ ജീവിതത്തിലോട്ട് വന്നപ്പോൾ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് വൈകിട്ട് 6 മണി വരെ ഒറ്റ ഇരിപ്പിൽ പഠിക്കുമായിരുന്നു. 9 വർഷം പഠിച്ചിട്ടും എനിക്ക് 23 വിഷയം പോലും കിട്ടാൻ കഴിയാത്ത സ്ഥലത്ത് ബാക്കി 27 വിഷയം 4 വർഷം കൊണ്ട് തീരേണ്ട കോഴ്സ്. അത് 4 വർഷം കൊണ്ട് തീരേണ്ട കോഴ്സ് 9 വർഷം ഞാൻ പഠിച്ചിട്ട് എനിക്ക് 23 വിഷയം അത് ലാബാണ് കൂടുതലും കിട്ടിയത്. ബാക്കി 27 കടുകട്ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് മുഴുവൻ ബാക്കിയാണ്. എന്നാൽ യേശു എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത 1.5 വർഷം കൊണ്ട് എനിക്ക് ബാക്കി 27 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് പഠിച്ച് ഒരു ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകുവാൻ കർത്താവിൻ്റെ കൃപ. അവനെൻ്റെ ചത്തുപോയ ബുദ്ധിക്ക് യേശു ജീവൻ തിരിച്ചു നൽകി. പ്രൈസ് ദി ലോർഡ്. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന കർത്താവ്. അപ്പോൾ അതുകൊണ്ടാണ് ട്രൈ ജീസസ് എന്ന്. അതുകൊണ്ടാണ് ട്രൈ ജീസസ്. വെറുതെ ബൈബിൾ സ്കൂളിൽ പഠിച്ചു വെച്ചു? അല്ല, ബൈബിൾ സ്കൂളിൽ ഞാൻ പോയിട്ടില്ല, പക്ഷേ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം യേശുവിനെ ജീവിതത്തിലേക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ അജിത് ബ്രദർ പറയുന്നത് കേട്ടു. അപ്പം മാളവി എന്ത് ചെയ്തു? അപ്പം എൻ്റെ ആ സർക്കിൾ ഫ്രണ്ട്സിൽ ഇരിക്കുമ്പം ഇവരൊക്കെ മാത്സിന് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ ഇവർ ബോർഡിൽ എഴുതുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഇവർ ആൻസർ ചെയ്യും. അപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എനിക്കങ്ങ് എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ എന്നുള്ള മട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിതങ്ങ് ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഇൻഫ്യൂരിറ്റി പോലെ എനിക്ക് തോന്നുന്നു ഇവരുടെ സർക്കിളിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ഒരു മൈനർ ആണെങ്കിലും എനിക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. അപ്പം ഇത് ഞാൻ കേട്ടിട്ട് ഞാൻ ആദ്യം ചെന്ന് ചെയ്തത് പിറ്റേ ദിവസം മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത്, അന്ന് വൈകുന്നേരം മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തുറന്നു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, അന്ന് കർത്താവേന്നൊന്നുമല്ല, യേശുവേ, നീ എന്നൊരു ദൈവമുണ്ടോ? നീ എന്നൊരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ഈ മാത്സ് ഈസി ആക്കി തരണം. എനിക്കിതൊരു പ്രോബ്ലമാണ്. ഞാൻ ഇന്ന് പറഞ്ഞത് ഞാൻ കേട്ടല്ലോ, അതുപോലെ നീ അങ്ങനെയാണെങ്കിൽ എൻ്റെ ലൈഫിൽ വന്ന് എനിക്ക് ഈ മാത്സ് പഠിപ്പിച്ചു തരണം. ട്രൈ ജീസസ് എന്ന് കേട്ടതൊന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ, ഈ ട്രൈ ചെയ്യുമ്പോഴും സത്യം പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലൊന്നും അല്ല. ഗോഡ് ഉണ്ടെങ്കിൽ, ജീസസ് ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ വന്ന് ചെയ്യട്ടെ, ഇതും ഒന്ന് ട്രൈ ചെയ്ത് കളയാം. ആ ഒരു മെന്റാലിറ്റി. അത് കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് ഇത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞു. പിറ്റേ ദിവസം മാത്സ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മാം എൻ്റെ ടീച്ചർ ഒരു പ്രോബ്ലം ബോർഡിൽ ഇടുകയും ഞാൻ എഴുതി തുടങ്ങാൻ നേരത്ത് എന്നോട് ആരും എൻ്റെ സൈഡിൽ ഇരുന്ന് പറയാം, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കും. ഇത് എന്നോട് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. സ്ക്വയർ റൂട്ട് എടുക്കും. ഞാൻ അതുപോലെ ചെയ്തു. ശരിയാ. കർത്താവ് വാസ്തവത്തില് ഈ അപ്പോസ്തലന്മാരൊക്കെ അന്ന് മാത്സ് പഠിക്കായിരുന്നു ഇങ്ങനെ തന്നെ പറഞ്ഞു. മീൻപിടുത്തം ആയോണ്ടാ വലത്തുവശത്ത് വീശുവീന്ന് പറയും. പ്രൈസലോ, ഒരു മാറ്റവും ഇല്ല. അവരോട് കർത്താവ് അത് പറഞ്ഞ അവർക്ക് ക്രോസ് മൾട്ടിപ്ലൈ എന്നാന്ന് അറിയത്തില്ല, മീൻ പിടിക്കാനേ അറിയത്തുള്ളൂ. കെമിസ്ട്രി അപ്പോസ്തലന്മാര് പിന്നീട് പറയാം, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ആറ്റമിക് ഫിഷനെ കുറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുക, നമ്മുടെ കർത്താവ് എത്ര വലിയവൻ. ഈ യേശുവിനെ എല്ലാവരും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുക. മാളു, എന്നിട്ടാ ഞങ്ങളിങ്ങനെ ഈ ഉത്സാഹിച്ചിരിക്കുക, റാങ്കിലേക്ക് പെട്ടെന്ന് വരണം, എന്താ സംഭവിച്ചത്, എങ്ങനെ അങ്ങനെ? അന്ന് എത്രയിലാണ് പഠിക്കുമ്പോഴാണ് ഈ മാത്സിൻ്റെ? 9th സ്റ്റാൻഡേർഡിൽ. ഓക്കെ, 9th സ്റ്റാൻഡേർഡിൽ അങ്ങനെ എനിക്ക് ആൻസർ അന്ന് കിട്ടി. അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. ടീച്ചർ പറഞ്ഞു, മാളവികയ്ക്ക് ഇതെങ്ങനെ കിട്ടിയെന്ന്. കാരണം അത്രയ്ക്ക് സ്ലോ ആണ് ഞാൻ മാത്സിൽ. ടീച്ചർ കിട്ടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി there is something working. എനിക്ക് ശരിക്കും അന്ന് എനിക്ക് മനസ്സിലായി. അന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മയും വന്നു, ഞാൻ ഇന്നലെ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നല്ലോ. അടുത്ത പീരീഡ് തൊട്ട് ഞാനിത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓരോ പീരീഡും പ്രാർത്ഥിക്കുന്നു, കർത്താവേ, യേശുവേ, ഈ ക്ലാസ്സിൽ എൻ്റെ കൂടെ ഇരിക്കും. അന്ന് പതുക്കമായിരുന്നു പ്രാർത്ഥിക്കുന്നത്, അത് മനസ്സിലായിരുന്നു പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചാലും യേശു കേൾക്കും. അങ്ങനെ ഞാൻ അങ്ങനെ എൻ്റെ എഡ്യൂക്കേഷൻ ആൻഡ് അക്കാഡമിക് ഇതിൽ നോക്കിയാൽ അതങ്ങ് ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഈ അസുഖം മാറി സ്കൂളിലും എല്ലാം റെഗുലറായിട്ട് പോകാൻ തുടങ്ങി. എനിക്ക് അത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ വിഷയമൊക്കെ അന്ന് തൊട്ട് ഈസി ആകാൻ തുടങ്ങി. അപ്പോൾ രോഗസൗഖ്യം കിട്ടിയത് മാത്രമല്ല, രോഗസൗഖ്യം കൂടെ പഠിക്കാനൊത്തത് മാത്രമല്ല, നമ്മുടെ ആവറേജ് സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ നിന്ന് കർത്താവ് ഉയർത്താൻ തുടങ്ങി. അങ്ങനെ ഇത് ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ജീസസ് ഈസ് ഗോഡ് എന്ന്. എനിക്ക് ശരിക്കും അത് എനിക്ക് മനസ്സിലായി തുടങ്ങി. ആൻഡ് ഹി കെയർസ് ഫോർ, അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് മനസ്സിലായി ഹി കെയർസ് ഫോർ മീ, ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മീ എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ചെറിയ കാര്യത്തിൽ പോലും താല്പര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇതിൽ കിട്ടിയത് ഞാൻ ബാക്കിയുള്ള കാര്യത്തിൽ
യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഫാമിലി ലൈഫിലേക്ക് കർത്താവേ നീ എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണം, നീ ഞങ്ങൾക്ക് സമാധാനം തരണം, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമില്ല. എന്ന് സ്കൂളിൽ ഇരുന്ന് എനിക്ക് വീട്ടിൽ പോകുന്നത് ഇഷ്ടമില്ല, വീട്ടിൽ ഇരുന്ന് എനിക്ക് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമില്ല. കാരണം അത്രയ്ക്ക് പ്രോബ്ലംസ് ആയിരുന്നു എൻ്റെ വീട്ടിൽ. കർത്താവിനെ അറിഞ്ഞപ്പോഴത്തേന് കാര്യങ്ങൾ മാറാൻ ടോട്ടലി ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇവിടെ ആഡ് ചെയ്തോട്ടെ, എൻ്റെ അമ്മ ആ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ എൻ്റെ അമ്മ 2 വർഷം ഉറങ്ങാതിരിക്കുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും കിടക്കാൻ പോകുമ്പം കാണുന്നത് എൻ്റെ അമ്മ ചെയറിൽ ഇരിക്കുമായിരുന്നു. അമ്മ 4 to 5 സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാൽ പോലും ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഉറക്കമില്ല അമ്മയ്ക്ക്. കാരണം അത്രയ്ക്ക് പ്രോബ്ലംസ് ആണ് ഞങ്ങളുടെ വീട്ടിൽ. എല്ലാ വിധത്തിലും എല്ലാ സൈഡിൽ നിന്നും പ്രോബ്ലംസ്. ഞങ്ങൾക്ക് ഫാമിലി ലൈഫ് തന്നെ അതിനെ കോൾ ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. കാരണം അത്രയ്ക്ക് ഒരു പ്രോബ്ലംസേ ഉള്ളൂ. വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് തന്നെ വല്ലപ്പോഴും ആയിരുന്നു. കാരണം ഇരുന്നാൽ വഴക്കാവും, ഒരുമിച്ചിരുന്നാൽ വഴക്കാവും, അങ്ങനെയായിരുന്നു. കാരണം ബേസിക്കലി ഞങ്ങളുടെ ഈ പ്രോബ്ലംസ് ഞങ്ങളെ എല്ലാവരെയും അഫക്റ്റ് ചെയ്തിരുന്നു. അമ്മയ്ക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് ഈ സ്ട്രെസ്സ് കാരണം ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായി. അച്ഛനാണെങ്കിലും അങ്ങനെ എല്ലാവരും തമ്മിൽ ഇങ്ങനെ ഭയങ്കര പ്രോബ്ലംസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ വന്നതും ഹെവൻലി ഫീസ്റ്റിൽ വരുന്നതും ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതും. അന്ന് മുതൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ ആ വീക്ക് തൊട്ട് എൻ്റെ അമ്മ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ അന്ന് വരെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനം ഇതങ്ങനെയാണ് ഒരു ഫാമിലി ജീവിക്കേണ്ടത് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഞങ്ങൾ കണ്ടിട്ടില്ല, എൻ്റെ അനിയത്തി കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ ടി വിയിലൊക്കെ കാണുമ്പോഴാണ് ഓക്കെ ദിസ് ഈസ് എ ഫാമിലി ലൈഫ് എന്ന് മനസ്സിലാവുന്നത്. അല്ല ഞങ്ങൾക്കൊരു നോർമൽ ഫാമിലി ലൈഫ് വി നെവർ ഹാഡ് അൺടിൽ ജീസസ് കെയിം ഇൻ ടു അവർ ലൈഫ്. ദാറ്റ് ഇസ് അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ പ്രശ്നങ്ങൾ ഓരോന്നും ഇങ്ങനെ കുറഞ്ഞ് വരാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടി തുടങ്ങി. അങ്ങനെ പഠിച്ചാൽ തന്നെ ഈസി ആയിട്ട് പഠിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ നേരത്തെ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് മിനിറ്റ്സിനുള്ളിൽ പഠിച്ചു തീർക്കാൻ പറ്റും. പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്ന സബ്ജക്ട്സ് പഠിക്കാൻ ഭയങ്കര ഈസിയായി. വെറും ഈസി അല്ല, എനിക്ക് ഭയങ്കര ഈസിയായി. അതെനിക്ക് അമേസിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ CBSEക്ക് നല്ല ഒരു ലെവലിലെത്തി. അങ്ങനെ 12th സ്റ്റാൻഡേർഡിലെ റാങ്ക് റിസൾട്ട് വന്നപ്പോൾ കർത്താവ് എനിക്ക് നാഷണൽ ലെവൽ റാങ്ക് തന്നു. ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഹ്യൂമാനിറ്റീസിൽ നാഷണൽ ലെവലിൽ ഫസ്റ്റ് റാങ്ക് കർത്താവ് തന്നു. അതിൽ 0.01 മെറിറ്റിൽ ഇൻക്ലൂഡഡ് ആയി. ഓക്കെ. അപ്പോൾ ഈ സ്കൂൾ ലെവലിൽ നിന്ന് വന്നപ്പോൾ തന്നെ ആവറേജിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വലിയൊരു കുതിച്ചാട്ടം അല്ലേ? ഒരിക്കലും ജീവിതത്തിൽ അത് എക്സ്പെക്ട് ചെയ്തതല്ലായിരുന്നു. ആ നിലയിൽ നമ്മുടെ കഴിവുകൊണ്ടെന്ന് പറയാൻ ഒരിക്കലും ഒക്കത്തില്ല. ഇല്ല, കഴിവുകൊണ്ടായിരുന്നെങ്കിൽ 9th സ്റ്റാൻഡേർഡ് വരെ എനിക്ക് എന്ത് സംഭവം എനിക്ക് അതേപോലെ ആ ലെവലിൽ പോകണ്ടല്ലേ. പക്ഷെ അങ്ങനെ അല്ലായിരുന്നല്ലോ. 9th സ്റ്റാൻഡേർഡ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നിശ്ചയമായിട്ട് കർത്താവിന്റെ അനുഗ്രഹമായത്. അതെ, ഓഫ് കോഴ്സ്. അല്ലാതെ ഇങ്ങനെ ഇത്രയും ഒരു വലിയ ചേഞ്ചോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഇതോ വരത്തില്ലായിരുന്നു യേശുവില്ലായിരുന്നെങ്കിൽ. ഈ ആത്മീയ ശുശ്രൂഷ ചെയ്യാനും താല്പര്യമാണോ? അതെ, താല്പര്യമാണ്. ഇനി ഭാവിയിലാണെങ്കിലും വളരെയേറെ താല്പര്യം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സന്തോഷവും സമാധാനവും അനേകരുടെ അടുത്ത് പറയാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഐ ടേക്ക് ഇറ്റ് അപ്പോൺ ആസ് എ മിഷൻ ഇൻ മൈ ലൈഫ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ശരിക്കും ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കേണ്ടതല്ല തോമസ്. ഞങ്ങൾ യേശുവിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ശരിക്കും മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത് വരെ വി വുഡൻറ്റ് ഹാവ് സർവൈവ്ഡ്. കാരണം വി വർ ഓൺ ദ വേർജ് ഓഫ് ഇറ്റ്. അത് ഞങ്ങൾക്ക് എല്ലാം അറിയാം. മേ ബി ഞങ്ങളുടെ എല്ലാ ബന്ധുക്കൾക്കും അറിയാം. ഇനിയല്ല ഞങ്ങൾ എഴുതി തള്ളിയത്. ഇനി ഒരിക്കലും ഞങ്ങൾക്കൊരു ഉയർച്ച ഇല്ലയെന്ന് തന്നെ വിചാരിച്ചത്. എനിക്കറിയാം എൻ്റെ ഫാമിലി, എൻ്റെ അനിയത്തി, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, ഞങ്ങളെല്ലാം ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ജീസസ്. അപ്പോൾ ഈ യേശുവിനെ എത്ര പേരോട് പറയാൻ പറ്റുമോ അത്രയും പേരുടെ അടുത്ത് പറയണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് അനേക യുവാക്കൾ ലോകമെങ്ങും വാസ്തവത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ യുവാക്കളോടായിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിനോടായിട്ട് മാളവിക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് വരും, പക്ഷെ അതെല്ലാം നമുക്ക് യേശുവിലൂടെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ്, നമ്മൾ ഒരിക്കലും ഒന്ന് നിരാശപ്പെടുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു കര പറ്റത്തില്ല എന്നൊരു തോട്ട് നമ്മൾ ഓവർ നമ്മൾ ഒരിക്കലും നമ്മളത് അനുവദിക്കരുത്. കാരണം ഇതിനെല്ലാം ജയിച്ച ഒരു യേശു നമുക്ക് വേണ്ടി ജീവനോടെ ഇരിക്കുന്നുണ്ട്. അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചാൽ അവൻ വരും. ബിക്കോസ് ഹീ ഈസ് എ കെയറിങ് ഗോഡ്. കാരണം അത്രയ്ക്ക് പ്രോബ്ലത്തിൽ കിടന്ന് എന്നെ വിടുവിക്കാമെങ്കിൽ, യേശുവിനെ ഒന്ന് അറിയുക പോലും ഇല്ലാതിരുന്ന എന്നെ വിടുവിക്കാമെങ്കിൽ നിങ്ങളെ ഏറ്റവും അധികം യേശു വിടുവിക്കും. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, ജീസസ് ഇസ് ദെയർ, ഹി ഈസ് സ്റ്റിൽ അലൈവ് ആൻഡ് ഹി ലിവ്സ് ഫോർ യു. അവൻ വിളിച്ചാൽ വരും, നിങ്ങൾക്ക് ജയവും നൽകി തന്നെ ഇരിക്കും. മാളവിക, അത് വാസ്തവത്തിൽ ആ സന്ദേശം ജീവനുള്ളതായിരുന്നു.
ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. യേശുവിനെ വിടുവിക്കാൻ കഴിയാത്ത ആരുമില്ല. ഭാരതത്തിന്, സഭയ്ക്ക്, ലോകം മുഴുവനുള്ള അനേകർക്ക് മോള് ഒരനുഗ്രഹമായിരിക്കട്ടെ. കൂടാതെ മോളിൽ കൂടെ വലിയ അഭിഷേകം, പരിശുദ്ധാത്മ കൃപകൾ അനേക കുഞ്ഞുങ്ങൾക്ക് ലഭിക്കട്ടെ. യേശു ഈ ലോകത്ത് ഇറങ്ങി വന്നപ്പോൾ മാറി ഒരു മലയിൽ ഇരിക്കുകയല്ല ചെയ്തത്, യെരൂശലേമിൽ ഇരിക്കുകയല്ല ചെയ്തത്. ആ ശിഷ്യന്മാരുടെ കൂടെ ഇറങ്ങിച്ചെന്ന് ദേ വലതുവശത്ത് വീശിക്കേ എന്ന് പറഞ്ഞ കർത്താവിന് നമ്മളെ വഴി നടത്താൻ കഴിയും. അങ്ങനെ ഒന്ന് യേശുവിനെ അറിഞ്ഞ് ഒരു ക്രിസ്തു മതത്തിൻ്റെ ഭാഗമാകാനല്ല ഞങ്ങൾ വിളിക്കുന്നത്. യേശുവിനെ ജീവിതത്തിലേക്കൊന്ന് വിളിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ, ബിസിനസ്സുകാരാണോ മറ്റേത് രംഗത്താണോ, നിങ്ങളെ അങ്ങനെ യേശു സഹായിക്കും. മീനുള്ള സ്ഥലം കാണിക്കാൻ യേശുവിന് കഴിയും. നമുക്കൊന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. രോഗികളിപ്പോൾ സൗഖ്യമാകും. അത്ഭുതമാണ് കർത്താവ് ചെയ്യാമോ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ അങ്ങ് സമ്പന്നനാകിയാൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കേൾക്കുന്ന ഓരോ ഭവനങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങട്ടെ. കർത്താവെ, ഞങ്ങൾ ഈ വടക്കേന്ത്യയിലായിരിക്കുന്ന സമയത്ത് വലിയ ദൈവപ്രവൃത്തിയാണ് ഞങ്ങൾ കണ്ടത്. അതേ ദൈവ സാന്നിധ്യം ഓരോ ഭവനങ്ങളിൽ വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. തകർന്നിരിക്കുന്നവർക്ക് ആ തകർച്ച മാറി ധൈര്യം വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവെ പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതൊരു നിരാശയ്ക്ക് കാരണമായി തീരാതെ ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ട് അതിൻ്റെ ഇടയിലൂടെ നന്മ കണ്ടെത്തി വലിയവ ചെയ്തെടുക്കുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് യേശു മുഖാന്തരമായി പ്രാർത്ഥിക്കുകയാണ്. രോഗം ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശാരീരികമായ എല്ലാ വ്യാധികളെയും ഞങ്ങൾ ശാസിക്കുകയാണ്. അത്ഭുത സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ മഹത്വമേറിയ സാന്നിധ്യത്തിനായി നന്ദി. കർത്താവേ, സ്തോത്രം. പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ സാക്ഷ്യത്തിൽ കണ്ടതുപോലെ 1ാം റാങ്കിലേക്ക് രോഗിയായിരുന്നൊരു കുഞ്ഞിനെ നീ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കുഞ്ഞുങ്ങളും അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, അടുത്ത തിങ്കളാഴ്ച നടക്കുന്ന ഞങ്ങളുടെ പരീക്ഷ ഒരുക്ക ധ്യാനം, അതിൻ്റെ വെബ്കാസ്റ്റ് എല്ലാം അനുഗ്രഹമായി തീരട്ടെ. ഇവരെ ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.